വല്ലാർപാടം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലിന്റെ ആദ്യഘട്ട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. കണ്ടെയ്നർ നീക്കത്തിന് ഉപയോഗിക്കുന്ന കൂറ്റൻ ക്രെയിനുകൾ ഈ മാസം കൊച്ചിയിലെത്തും. ജൂലൈ മധ്യത്തോടെ ടെർമിനൽ പ്രവർത്തന സജ്ജമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. രാജ്യാന്തര ടെർമിനലിന്റെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് ക്രെയിനുകൾ സ്ഥാപിക്കുക എന്നത്. രണ്ടുതരം അത്യാധുനിക ക്രെയിനുകളാണ് കണ്ടെയ്നർ നീക്കത്തിന് ഉപയോഗിക്കുന്നത്. ടെർമിനലിനുള്ളിലെ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന ഗാൻട്രി ക്രെയിനുകളും ടെർമിനലിൽ നിന്ന് കപ്പലിലേക്കും തിരിച്ചും കണ്ടെയ്നറുകൾ നീക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്വേ ക്രെയിനുകളും. പടുകൂറ്റൻ കപ്പലുകളിലെ ചരക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ക്രെയിനുകളാണിവ. അബുദാബിയിൽ നിന്നെത്തേണ്ട ഗാൻട്രി ക്രെയിനുകളിൽ 6 എണ്ണം ഞായറാഴ്ചയെത്തും. ഈ ക്രെയിനുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തന സജ്ജമാകും. ബാക്കിയുള്ളവ 23ഓടെ എത്തുമെന്നാണ് പ്രതീക്ഷ. 125 മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്ന ക്വേ ക്രെയിനുകൾ ചൈനയിൽ നിന്നാണ് എത്തേണ്ടത്. എന്നാൽ ക്രെയിനുകളുമായി എത്തുന്ന സെൻഹുവാട്ടൻ എന്ന കപ്പലിന് പോർട്ട് ട്രസ്റ്റിന്റെ അനുമതി ലഭിച്ചിട്ടില്ലാത്തതിനാൽ തീയതി സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. GAC ഷിപ്പിംഗിനാണ് ക്രെയിനുകളുമായി എത്തുന്ന കപ്പലുകളുടെയും ബാർജുകളുടെയും ചുമതല. ജൂലൈ മധ്യത്തോടെ കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.